ഹലോ കൂട്ടുകാരെ, ആർട്ട് ഓഫ് വില്ലേജ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഴ കഴിഞ്ഞ് തോട്ടത്തിലുള്ള ചെറിയ കാഴ്ചകൾ കാണിക്കാനാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് തോട്ടം. അത്യാവശ്യം പലതരത്തിലുള്ള ചെടികളും ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ അല്പം മുന്നോട്ട് നടന്നപ്പം ഈ കാണുന്നത് പോലെ ഒരു നീല തുമ്പച്ചെടിയിൽ ഒരു പൂമ്പാറ്റ, നല്ല രസമാണ് കാണാൻ. പിന്നെ ഇതാ നമ്മുടെ ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന നാടൻ തുമ്പ. പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു വള്ളിച്ചെടി കണ്ടു കേട്ടോ. ഈ വള്ളിച്ചെടി എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ രണ്ട് തരത്തിലുള്ള കാപ്പി ചെടികൾ ഇവിടെ കാണാം, അതൊന്ന് കാണിക്കാൻ കേട്ടോ. നാടൻ കാപ്പിച്ചെടി. ഇതിനിപ്പുറത്തായി കാണുന്നൊരു വയലറ്റ് നിറത്തിലുള്ള കാപ്പിച്ചെടി. ഇതിൽ കാപ്പി അപൂർവമായിട്ടാണ് ഉണ്ടാകുക, ഒരു കറുപ്പ് നിറത്തിലായിരിക്കും കാപ്പി. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ പനയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ താഴെ തൊഴിഞ്ഞെടുക്കുന്ന പനങ്കായ്കൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല വിലയാണ്. ഇതേപോലെയാണ് പന കുലച്ച് കിടക്കുന്നത്. അപ്പുറത്തെ സൈഡിലുള്ളതാണ് മൂത്ത കുല. അത് വെട്ടിയെടുത്താണ് വിൽക്കാൻ കൊടുക്കുന്നത്. ഈ കായ ഇപ്പോൾ ധാരാളമായി വിപണി സാധ്യത ഉള്ള ഒരു കായ കൂടിയാണ് കേട്ടോ ഈ പനങ്കായ. കായകൾ ധാരാളം തൊഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പം ഒരു കൈതച്ചക്കച്ചെടി നാടൻ, ഫുള്ളും മഴ കഴിഞ്ഞപ്പോഴത്തേക്കും ചീഞ്ഞു പോയ അവസ്ഥയിലാണ് കേട്ടോ. കാരണം ആരും കാണാതെ ഫുള്ള് നശിച്ചു പോയിട്ടുണ്ട്. സാധാരണ അന്നാകരക്കണ്ണനൊക്കെ കഴിക്കുന്നതാണ്, എന്നാൽ അവർക്ക് പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതിയെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഈ കാണുന്ന പോലെ ചക്കകളും ഇഷ്ടം പോലെ വീണ് നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കിട്ടാത്ത എത്രയോ പേരുണ്ട്, എന്നാലും നമ്മൾ കാണാത്തതുകൊണ്ട് തന്നെ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന പോലെ നാടൻ താളൊക്കെ ഇവിടെ കാണാം. ഈ കാണുന്നത് ചൂരലാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കഴിഞ്ഞ മഴയത്ത് ഒടിഞ്ഞ് വീണ ചൂരൽ ഇപ്പോൾ എല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട് നമുക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി. ആ കാണുന്ന ചൂരലാണ് കേട്ടോ ഇത്. ധാരാളം മുള്ളുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. ഈ കാണുന്ന മരത്തിൻ്റെ മുകളിലേക്കാണ് പടർന്നു കൂടിയത്. ഈ കാണുന്ന ചൂരൽ ചെടികളുടെ നടുക്ക് ഒരു വലിയ മരമുണ്ട്. ആ മരത്തിൻ്റെ താഴെയായിട്ടാണ് ഒരു ചെറിയ കുളമുള്ളത്. അത് കാണാൻ പറ്റില്ല. ഈ കാണുന്നതാണ് കേട്ടോ ചൂരൽ. ഇത് ഫുള്ളും അപ്പുറത്ത് ആ വലിയ മരത്തിൻ്റെ മേലെ പടർന്ന് ചൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കഴിയുകയാണ്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.